പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേരെന്ന് NIA റിപ്പോർട്ട്. ഒരു മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്നും കൊച്ചിയിലെ NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, KP അൻസാർ, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടായിരുന്നു NIA റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 977 പേരുകളാണ് ലിസ്റ്റുകളിൽ ഉള്ളതെന്ന് ജൂൺ 11 നൽകിയ റിപ്പോർട്ടിൽ NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീന്റെ പക്കൽ നിന്നും ലഭിച്ച ഹിറ്റ് ലിസ്റ്റിൽ 240 പേരുടെ പട്ടികയാണുള്ളത്. PFI സായുധ പരിശീലന കേന്ദ്രമായ ആലുവയിലെ പെരിയാർ വാലിയിൽ 2022 സെപ്റ്റംബർ 22 റെയ്ഡ് നടത്തിയിരുന്നു. ഒളിവിൽ പോയ പ്രതി അബ്ദുൾ വഹാബിന്റെ പേഴ്സിൽ നിന്നും കേരളത്തിലെ ഒരു മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പേരുകൾ ഉൾപ്പെട്ട ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി. 2023 ജനുവരി 4 മുഹമ്മദ് സാദിഖിന്റെ കൈവശമുണ്ടായിരുന്ന പെൻഡ്രൈവിൽ നിന്നും 197 പേരുകളുള്ള ഹിറ്റ് ലിസ്റ്റും ഇയാളുടെ വീട്ടിൽ നിന്നും 35 പേരുകളുള്ള ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തി. ഒളിവിൽ പോയ TA ആയൂബിന്റെ കൈവശമുണ്ടായിരുന്ന 500 പേരുകളുള്ള ഹിറ്റ് ലിസ്റ്റും NIA പിടിച്ചെടുത്തു. രഹസ്യ സ്വഭാവമുള്ള ലിസ്റ്റുകൾ അന്വേഷണ സംഘം റിപ്പോർട്ടിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എതിരാളികളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി റിപ്പോർട്ടേഴ്സ് വിംഗ്, കായിക ആയുധ പരിശീലന വിഭാഗം, സർവീസ് വിംഗ് അഥവാ ഹിറ്റ് ടീം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു എന്നും NIA റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.